ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഓവർ പൊസസീവ്നെസ്. ഓവർ പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിക്ക് തോന്നുന്ന അതിശക്തമായ സ്നേഹം, അല്ലെങ്കിൽ ആ സ്നേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വിപരീതങ്ങൾ. എന്താണ് വിപരീതങ്ങൾ വരുന്നത്? ഈ വ്യക്തിക്ക് ആ വ്യക്തിയെ കാണുമ്പോഴത്തേക്കും ഒരു കൺട്രോൾ, അതായത് ഒരു കൺട്രോൾ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ കൂടുതലായി ഉണ്ടാകുന്നത്. എക്സാമ്പിൾ, നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യരുത്, നീ അതാണ്, നീ ഇതാണ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാൻ, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പോകാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ ബാക്കിംഗ് കൊടുക്കുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്നേഹത്തിൻ്റെ ഒരു എൻഡാണോ എന്ന് അതറിയില്ല. സ്നേഹവുമായി ബന്ധപ്പെട്ടാണോ കിടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തതയില്ല. ചിലപ്പോഴൊക്കെ ഇത് വന്നിട്ട് ഒരു സെൽഫിഷ്നെസ്, അതായത് ഈ വ്യക്തിക്ക്, അതായത് ഈ പറയുന്ന ആരാണോ ഈ ഒരു പൊസസീവ് നേച്ചറിലുള്ള ആള്, അയാളുടെ ഒരു സെൽഫിഷ്നെസ്സും ഇതിൽ വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ സെൽഫിഷ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഈ വ്യക്തി എന്ത് ചെയ്താലും ഇദ്ദേഹത്തിന്റെ സേഫ്റ്റിയാണ് എന്ന് പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ അവരവരുടെ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങളും അവിടെ സംഭവിക്കും. എനിവേ, ഇതൊരു മോശം അവസ്ഥയിൽ പല സിറ്റുവേഷനിൽ പോയി ചേരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് വ്യക്തി, അതായത് ഫസ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് പൊസസീവ് നേച്ചറുള്ള ഒരാൾ, മറ്റു വ്യക്തി സെക്കൻഡ്, ആരാണോ ആ പൊസസീവ്നെസ്സിന് ഇംപ്ലിമെൻ്റ് ആകുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റ് ചെയ്യപ്പെടുന്ന അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ചില സമയങ്ങളിൽ. അതായത് മേ ബി ഇദ്ദേഹം പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കാം, എന്നിരുന്നാലും ആ വ്യക്തിക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥ വരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കോൾ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരാണ്, എന്താണ്, ആരാ വിളിച്ച, മറ്റാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവാം. മെയിൻലി ഓൺ കപ്പിൾസിൽ വരാറുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അമ്മ കുട്ടി റിലേഷൻഷിപ്പിൽ വരാറുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ സെർട്ടൻ ഫ്രണ്ട്സിൻ്റെ അകത്ത് വരാറുണ്ട്. എന്തായാലും നമുക്ക് ഇതിനൊരു നമ്മൾ തന്നെ സ്വയം ഒരു സെൽഫ് കോൺഫിഡൻറ്റിലോട്ട് വന്ന് ആ വ്യക്തിയെയും ഒരു പരിധി വരെ നമുക്ക് ഒന്ന് ഫ്രീ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ നമ്മളത് മനസ്സിലാക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന ഈ കാര്യം ആ വ്യക്തിക്ക് ചിലപ്പോഴൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ സന്തോഷകരമായി ഇരിക്കും എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.